തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. തേക്കിൻകാട് മൈതാനിയോട് ചേർന്ന് നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളാണ് തിരുവമ്പാടി ദേവസ്വം നിർമ്മിക്കുന്നത്. ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഈ മാസം 20-ന് പൂരം കൊടിയേറും. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശ്ശൂരിലെ എന്നല്ല കേരളത്തിന്റെ ആകെ സാംസ്കാരിക മഹോത്സവമാണ് തൃശ്ശൂർ പൂരം. പൂരത്തിനുള്ള ചടങ്ങുകളെല്ലാം ആരംഭം കുറിച്ചു കഴിഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം പൂർത്തീകരിച്ചു. എത്രത്തോളം ആവേശത്തോടെയാണ് ഇത്തവണത്തെ പൂരത്തെ വരവേൽക്കുന്നത്? മുൻ വർഷത്തെക്കാളും ആവേശത്തോടു കൂടിയിട്ടാണ് ഇത്തവണ നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ 10:49-നും 11:49 ഇടയിലുള്ള മുഹൂർത്തത്തിൽ 2 പന്തലിൻ്റെയും കാൽനാട്ടൽ കർമ്മം ഇവിടെ കഴിഞ്ഞു. അത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ എല്ലാം അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ ഞങ്ങൾ 20-ാം തീയതി, അതായത് തിങ്കളാഴ്ച നമ്മുടെ കൊടിയേറ്റമാണ്. ആ കൊടിയേറ്റത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും, ഘടകപൂരങ്ങളുടെ ക്ഷേത്രങ്ങളിലും 10 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടക്കും. കൊടിയേറ്റത്തിന് ശേഷം പിന്നെ പറയെഴുന്നള്ളിപ്പാണ്. ആ പറയെഴുന്നള്ളിപ്പ് പൂരത്തിൻ്റെ തലേനാൾ വരെ പറയെഴുന്നള്ളിപ്പുണ്ടാവും. പറയ്ക്ക് ശേഷം 26, 27 ദിവസങ്ങളിൽ നമ്മുടെ പൂരം അതിഗംഭീരമായ പൂരങ്ങളുടെ പൂരമായ ഏറ്റവും പ്രൗഢിയുള്ള തൃശ്ശൂർ പൂരം ഇവിടെ അരങ്ങേറും. മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൂരമാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പൂരമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. നേരത്തെ ഗിരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു ടീം വർക്കാണ് ഇതിൻ്റെ പുറകിലുള്ളത്. നമുക്കറിയാം, എല്ലാവരും ഒത്തൊരുമിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ, തിരുവമ്പാടി ദേവസ്വം, പാറമേക്കാവ് ദേവസ്വം, അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രം, കൊച്ചിൻ ദേവസ്വം, വ്യാപാരി വ്യവസായികൾ, എല്ലാവരും ജനപ്രതിനിധികൾ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എന്നുള്ളത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ കലണ്ടറിൽ മാർക്ക് ചെയ്യുന്ന ആദ്യത്തെ ദിവസമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ പൂരത്തെ വരവേൽക്കുന്നത്? തീർച്ചയായിട്ടും ഇതുവരെ വ്യത്യസ്ത കളറായിരുന്നു. ഇനി എല്ലാം കൂടെ ഒരു കളറാണ്. തൃശ്ശൂർ റൗണ്ടിലെ ഈ പൂരത്തിന് വന്നാൽ ഇതുവരെ തെരഞ്ഞെടുപ്പിന് കണ്ട എല്ലാ കളറുകളും കൂടെ ഒന്നാവും. അതാണ് ഈ പൂരത്തിന്റെ പ്രത്യേകത. അതാണ് തൃശ്ശൂരിന്റെ പ്രത്യേകത. ആവേശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നിക്കുന്ന ഒരു പൂരമാണ്. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസങ്ങളുടെ കാൽനാട്ടുകർമ്മേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി പൂരത്തിൻ്റെ കൊടിയേറ്റുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരവിസ്മയത്തിൻ്റെ രാവും പകലും ഒരുമിച്ച് വരുന്നതോടുകൂടി ലോകത്തിലെ മുഴുവൻ മനുഷ്യർ ഇവിടെ വന്ന് ചേരും. പൂരത്തിൻ്റെതായിട്ടുള്ള ആവേശം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്, അനുഭവിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും, മലയാളികൾ എല്ലാവരെയും തൃശ്ശൂരിലേക്കും സ്വരാജ് റൗണ്ടിലേക്കും തേക്കിൻകാട് മൈതാനത്തേക്കും ഒക്കെ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മുഖങ്ങൾ ഒന്നാകെ ഒരുമിച്ച് ചേർന്ന് ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ക്യാമറമാൻ ദിലീപിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.